ചെറുപ്പക്കാരികളെ, നല്ല സ്വഭാവമാണ് വെച്ചു പുലർത്തേണ്ടത്. പെൺകുട്ടികളോട്, യുവതികളോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം കൂടി പറയട്ടെ. പരിശുദ്ധമായ ദീനിന്റെ സ്വഭാവം ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളിൽ നിന്ന് കാണണം. നിങ്ങൾ പുരുഷന്മാരെ പോലെ ജീവിക്കരുത്, പുരുഷന്മാര് സ്ത്രീകളെ പോലെയും ജീവിക്കരുത്. അതിനാണ് ദീനൊരു സ്വഭാവം പഠിപ്പിച്ചത്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്വഭാവം ഹയാ ആണ്. ആ ഹയാ ചെറുപ്പക്കാരികളെ നിങ്ങളിലുണ്ടാകണം. പ്രായപൂർത്തിയും പക്വതയും എത്തിയാൽ പിന്നെ തട്ടമയിച്ച് തോളിലൂടെ ഇട്ട് യാത്ര ചെയ്യുന്ന, യഥേഷ്ടം വലസി നടക്കുന്ന, ആരോടും കൊഞ്ചും കുഴഞ്ഞും സംസാരിക്കുന്ന, ആരോടും ചാറ്റ് ചെയ്യുന്ന, യഥേഷ്ടം കിന്നരിക്കുന്ന, ഹയാ കുറഞ്ഞൊരൊറ്റ പണിയിലേക്കും പോകാത്ത, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല ഭക്തിയുള്ള യുവതിയായി ജീവിക്കണം. അപ്പോഴേ അല്ലാഹു തആല ജീവിതത്തിൽ ബറക്കത്ത് നൽകൂ, സന്താന പരമ്പരകളിൽ വിശുദ്ധി നൽകൂ. ആ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. ആ ഹയാ ആണ് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. ആ ഹയാ എന്ന് പറയുന്ന സ്വഭാവം എത്ര നല്ല രൂപത്തിൽ ഒരു പെൺകുട്ടിയിൽ, ഒരാൺകുട്ടിയിൽ ഉണ്ടോ, എന്നാൽ അവരിൽ ഇസ്ലാമിന്റെ നല്ല യുവത്വങ്ങളും നല്ല സംഭാവനകളും അവരിൽ കാണാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമ്മമാരാ വിഷയം കൂടി യഥാർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആണിന്റെ വേഷം ആണിന് ധരിക്കാനുള്ളതാണ്, പെണ്ണിന്റെ വേഷം പെണ്ണിന് ധരിക്കാനുള്ളതാണ്. നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ടൊരാണും നിസ്കരിക്കാൻ പാടില്ല, അത് പെണ്ണിന് നിസ്കരിക്കാനുള്ളതാണ്. പർദ്ദ ധരിച്ചുകൊണ്ടൊരു പുരുഷനും നടക്കാൻ പാടില്ല, അത് പെണ്ണിന് ധരിക്കാനുള്ളതാണ്. പെണ്ണിന് ധരിക്കാനുള്ള പാൻസും ഷർട്ടുമില്ലേ ആണിന് ധരിക്കാനുള്ളത്, അതാണ് ധരിക്കേണ്ടത്. പെണ്ണിന്റെ വസ്ത്രമായി നാട്ടിൽ പരിചയമുള്ളണ്ടോ, അതാണ് പെണ്ണ് ധരിക്കേണ്ടത്. ആണിന്റെ കോലം ചമയുന്ന പെണ്ണിനെയും പെണ്ണിന്റെ കോലം ചമയുന്ന ആണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം